തൃശ്ശൂർ ജില്ലയിലെ നഴ്സുമാരെ സമരത്തിലായിട്ട് 113 ദിവസമായി. ഈ 113 ദിവസമായി രാവും പകലും അവർ അവിടെ സമരം ചെയ്യുന്നു, അവരുടെ ശമ്പള വർധന വേണ്ടി. ആ ഒരു കാര്യത്തിന് സമരം നടത്തുന്നത് ജൂബിലി മിഷനിലും അമല ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇന്ന് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ശമ്പള വർധന വെച്ചുകൊണ്ട് അമല ഹോസ്പിറ്റലിലെ സമരം ഒത്തുതീർന്നു. അതിൻ്റെ നേതാക്കൾ ഇവിടെയുണ്ട്, അവരോട് നമുക്ക് സംസാരിക്കാം. നമ്മൾ നീണ്ട ഒരു 113 ദിവസമായ സമരത്തിലായിരുന്നു. പുതിയ മിനിമം വേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ഇറങ്ങിയത്. അതുപോലെ തന്നെ അത് ഒരു സർക്കാർ, ഇതിന് മുന്നിലുള്ള സർക്കാർ ഒരു കരട് വിജ്ഞാപനം ഇറക്കി. അതിൽ ബാക്കി അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ മാനേജ്മെന്റുകളോട് ഒരു ഇടക്കാല ആശ്വാസമായിട്ടൊരു തുകയും ആയിട്ട് മറ്റ് മാനേജ്മെന്റുകളോടായി സമരം. അങ്ങനെ നിലവിൽ മറ്റുള്ളിടത്തൊക്കെ തീർന്ന സാഹചര്യത്തിലും അമലയിലും ജൂബിലിയിലും ഒരു 113 ദിവസം സമരം ചെയ്തു. അപ്പം ഇന്ന് ആ സമരം വളരെ ഭംഗിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അത് ഇരു കൂട്ടർക്കും തമ്മിലൊരു ധാരണയിലായി അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ഒരു സമരത്തിന്റെ ഭാഗമായി 113 ദിവസം ഒന്നിച്ച് ഇരുന്ന ആളുകൾക്ക് ആ ഒരു ലഭിച്ച സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. നിങ്ങളുടെ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ നമ്മള് വെച്ചിരുന്ന ഡിമാൻഡുകളൊക്കെ നമ്മുടെ ലേബർ ഹൗസ് വഴി അത് ധാരണയായിട്ടുള്ളതാണ്. അത് രമ്യമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് മാനേജ്മെന്റ്. ജില്ലാ പ്രസിഡന്റ് ടിൻജു തോമസാണ് നമ്മളൊപ്പം സംസാരിച്ചത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ സമരങ്ങൾ ഒത്തുചേർന്നു, ഇനി മിഷൻ ഹോസ്പിറ്റൽ തീർന്നിട്ടില്ല എന്നാണ് കേട്ടത്. ജൂബിലി മിഷനിൽ തീർന്നിട്ടില്ല, അതും വൈകാതെ തന്നെ. ഇവിടെ ഒത്തുതീർപ്പില് എന്താണ് വ്യവസ്ഥ വെച്ചിട്ടുള്ളത്? അല്ല, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജ്മെന്റും ലേബർ ഹൗസറുമായിട്ട് ഒരു രമ്യമായ ധാരണയിലെത്തി. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാം തീരുമാനങ്ങളായിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ ഈ സമരം ഇവിടെ അല്ല, നാളെ മുതൽ ഇവിടെ സമരം ഉണ്ടാവില്ല. ഇല്ല. മിഷൻ ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് തീരാ? മിഷൻ ഹോസ്പിറ്റലിൽ എന്തായാലും തീർന്നിട്ടില്ല, അതും തീരുമെന്ന് തന്നെയാണുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ തീർന്ന പോലെ ലേബർ ഹൗസർ ആ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഇടപെട്ട് അത് തീർപ്പാക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പൊ ഇവിടെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ട ഡിമാൻഡുകളെല്ലാം പാസ്സായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിമാൻഡുകളൊക്കെ ധാരണയായതാണ്. നമ്മൾ ശമ്പളം കൂട്ടുന്നുണ്ടോ? ശമ്പളം കൂട്ടി കിട്ടും. എത്ര ശതമാനം? 4000 മുതൽ 6000 വരെയുള്ള ഒരു വർധനവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ശമ്പളത്തിനൊക്കെ കൂടുതൽ 4000 മുതൽ 6000 വരെ. അതാണ് തീർപ്പായത്. അതെ.